നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മൾ ഭയപ്പെട്ടത് തന്നെ സംഭവിക്കുന്നു. ഇന്ന് മനോരമ പത്രത്തിൽ ഒരു വാർത്ത. ആ ഫയലുകളിൽ എന്തൊക്കെ? മന്ത്രിമാരുടെ ഓഫീസുകളിലെയും വിവിധ സെക്ഷനുകളിലെയും ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു. വൻതോതിലുള്ള നശിപ്പിക്കൽ അസാധാരണം. VR പ്രതാപിൻ്റെ ഒരു റിപ്പോർട്ടാണിത്. കേരളം ഭയപ്പെടേണ്ട ഒരു റിപ്പോർട്ടാണിത്. സെക്രട്ടേറിയറ്റിൽ ലോഡ് കണക്കിന് ഫയലുകൾ നശിപ്പിക്കുന്ന ചിത്രത്തോടു കൂടിയാണ് മനോരമ ഇത്തരമൊരു വാർത്ത നൽകുന്നത്. സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരുടെ ഓഫീസുകളിലെയും വിവിധ സെക്ഷനുകളിലെയും ഫയലുകളാണ് ഇപ്പോൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നത്. സാധാരണ സെക്രട്ടേറിയറ്റിൽ അനാവശ്യ കടലാസുകൾ നശിപ്പിക്കുന്ന പതിവുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി ഇക്കുറി ലോഡ് കണക്കിന് ഫയലുകൾ വിവിധ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് എത്തിച്ച് അത് നശിപ്പിക്കുകയാണ്. ഈ സർക്കാർ ഒഴിഞ്ഞു പോകുന്നതിന് മുൻപ് സെക്രട്ടേറിയറ്റിലെ തെളിവുകൾ നശിപ്പിക്കുമെന്ന് നേരത്തെ B. അശോക് IAS പ്രശാന്തുമൊക്കെ പറഞ്ഞിരുന്നു. അതിന് സമാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സാഹചര്യങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സെക്രട്ടേറിയറ്റിൽ ഭ്രാന്ത് പിടിച്ച് ഫയലുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിരുന്നു. പിന്നീട് ഈ ഫയലുകളെല്ലാം തൂക്കിയെടുത്ത് വിവിധ മന്ത്രിമാരുടെ ഓഫീസ് റൂമുകളുടെ ഒരു കോണിലിട്ടു. എന്നാൽ വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഫയലുകൾ തേടി മന്ത്രിമാരുടെ സ്റ്റാഫുകൾ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ കണ്ടത്. വിവിധ ഓഫീസുകളിൽ നിന്ന് ശേഖരിച്ച ഫയലുകൾ പിന്നീട് ചീഫ് സെക്രട്ടറിയുടെ മുറിക്ക് സമീപമുള്ള ഷ്രെഡിംഗ് റൂമിലേക്ക് മാറ്റി. കനത്ത സുരക്ഷയിലാണ് ഫയലുകൾ അങ്ങോട്ടേക്ക് മാറ്റിയത്. ഈ ഫയലുകളുടെ ചിത്രങ്ങൾ പകർത്താനോ ഫയലുകൾ എടുത്തുകൊണ്ടു പോവാതിരിക്കാനോ കർശന സുരക്ഷയും ഏർപ്പെടുത്തി. ചീഫ് സെക്രട്ടറിയുടെ മുറിക്ക് പുറത്ത് ശക്തമായ സുരക്ഷയുണ്ട്. ആ സുരക്ഷാ സംവിധാനം വിപുലീകരിച്ചാണ് ഈ നശിപ്പിക്കൽ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടത്. ഇപ്പോഴിതാ ഷ്രെഡിംഗ് റൂമിലേക്ക് മാറ്റിയ ഫയലുകൾ മെഷീൻ ഉപയോഗിച്ച് തുണ്ടുകളാക്കി മാറ്റുന്നു. ചെറു തുണ്ടുകളാക്കിയതിനു ശേഷം അത് ചാക്കുകളിൽ കെട്ടി പുറത്തു കൊണ്ടുപോയി കത്തിക്കുകയോ നശിപ്പിക്കുകയോ ആണ് ലക്ഷ്യം. ഈ നടപടി ഇന്ന് പൂർത്തിയാകും. ചുരുക്കത്തിൽ മന്ത്രിമാർ ഓഫീസുകളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സെക്രട്ടേറിയറ്റിൽ അപകടം പിടിച്ച ഫയലുകളൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും തമ്മിൽ നടന്ന കത്തിടപാടുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ ഫയലുകളിൽ ഇടം പിടിച്ചിരുന്നു. ഇവയൊന്നും പുറത്തു പോവാതിരിക്കാൻ കർശന നിർദ്ദേശമാണ് വിവിധ മന്ത്രിമാർക്ക് CPM നൽകിയത്. വിശദാംശങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ ഓഫീസ് സംവിധാനം ഒഴിവാക്കി ചില കടലാസ് ഫയലുകൾ നീക്കിയിരുന്നു. ഈ ഫയലുകൾ അപകടം പിടിച്ചതാണ് എന്ന് ഭരണകൂടത്തിനറിയാം. മന്ത്രിമാരുടെ കുറിപ്പുകൾ, അനുബന്ധ രേഖകൾ എന്നിവയൊക്കെ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വലിയ വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ അധികാരത്തിലെത്തുന്നത് വരെ ഫയലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കുമാണ്. ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറി ഇക്കാര്യങ്ങളിൽ അട്ടിമറിക്ക് ശ്രമിച്ചാൽ ചീഫ് സെക്രട്ടറി ഇടപെടേണ്ടതാണ്. നേരത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടുകൾ ഇപ്പോൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അത്യന്തം ഭയാനകമാണ്. സെക്രട്ടേറിയറ്റിൽ നടത്തുന്ന സംഭവങ്ങൾ. പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒരു പങ്ക് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുൻപ് നീക്കിയിരുന്നു. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു. ഈ ഓഫീസ് കാര്യക്ഷമമായതിനു ശേഷം സെക്രട്ടേറിയറ്റിൽ കടലാസ് ഫയലുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അവ നശിപ്പിക്കുന്നത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എന്ന് തൊടുന്യായവും സർക്കാർ ആവർത്തിക്കുന്നു. പൊതുഭരണ സെക്രട്ടറി K. ബിജു ഇതൊന്നും അറിഞ്ഞില്ല എന്ന് മട്ടിലുള്ള പ്രതികരണം നടത്തുന്നു. വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ഇടയിലുള്ള കാലയളവിൽ ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത് ഡിജിറ്റൽ ഫയലുകൾ നശിപ്പിക്കാനുള്ള നീക്കമാണെന്നും അത് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ കത്ത് നൽകിയിരുന്നു. സാധാരണഗതിയിൽ UDF സർക്കാരുകളാണ് ഭരിക്കുന്നതെങ്കിൽ UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഈ ഫയലുകളുടെ പകർപ്പുകളെടുത്ത് തൊട്ടടുത്ത LDF സർക്കാരിന് നൽകുന്ന നിരവധി സർക്കാർ ജീവനക്കാരുണ്ട് സെക്രട്ടേറിയറ്റിൽ. അതിന് വിരുദ്ധമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. സെക്രട്ടേറിയറ്റിലെ യൂണിയൻ പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ഓഫീസുകളിൽ നിന്ന് നീക്കിയ പ്രധാനപ്പെട്ട പല ഫയലുകളും മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലും സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിമാർ തങ്ങളുടെ വസതി ഒഴിയുമ്പോൾ വലിയ കെട്ടുകണക്കിനുള്ള ഫയലുകൾ അവർ എടുത്തുകൊണ്ടുപോകുന്നത് കാണുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിൽ ഒരു തീപിടുത്തം നടന്നിരുന്നു. അത് ബോധപൂർവം ആരോ ഫയലുകൾക്ക് തീയിട്ടതാണ് എന്ന് അന്നേ വിവാദങ്ങളും കത്തിയാളി. ഒരു കാര്യം വ്യക്തമാണ്, ജയിലിൽ പോകാതിരിക്കാനുള്ള കൊടും തന്ത്രങ്ങളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലുമൊക്കെ അനുവർത്തിക്കുന്നത്. വിവിധ മന്ത്രിമാർ അഴിമതി ആരോപണങ്ങളിൽ കുടുക്കിയേക്കാവുന്ന പ്രധാനപ്പെട്ട രേഖകളാണ് ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നത്.
പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് ഈ ഫയലുകൾ കത്തിച്ചില്ലാതാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അഴിമതികൾ ഒളിച്ചുവെക്കാൻ ധൃതി പിടിച്ചുള്ള ഈ നീക്കം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കും എന്ന് വ്യക്തമാണ്. എന്നാൽ തെളിവുകൾ അപ്രത്യക്ഷമാകുന്നതോടെ മന്ത്രിമാർക്കെതിരെ എങ്ങനെ അഴിമതി ആരോപണം ഉന്നയിച്ച് കേസെടുക്കാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാവുന്നു. സെക്രട്ടേറിയറ്റിലെ ഷ്രെഡിംഗ് റൂമിൽ വിശ്രമമില്ലാതെ ജീവനക്കാർ ഇപ്പോൾ ഫയലുകൾ നശിപ്പിക്കുന്ന തിരക്കിലാണ്. ഇത്രയേറെ പ്രധാനപ്പെട്ട രേഖകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നത് അസ്വാഭാവികമാണ് എന്ന് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംസാരമുണ്ട്. വകുപ്പ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിയും ഇതിനുത്തരം പറയേണ്ടി വരും. ഇതിനിടയിൽ സെക്രട്ടേറിയറ്റിലെ CCTVയുടെ ഹാർഡ് ഡിസ്കിൽ എന്തോ തകരാറ് സംഭവിച്ചു എന്ന വാർത്തയും ശക്തമായി പുറത്തേക്ക് വരുന്നു. ചുരുക്കത്തിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനൊരു തെളിവും രേഖയും ഇനി ബാക്കിയുണ്ടാവില്ല. ഒരു വശത്ത് കൂട്ടത്തോടെ ഫയലുകൾ നശിപ്പിക്കുന്നു, മറുവശത്ത് ഈ സർക്കാരിൻ്റെ ഭാഗമായി കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന പലരും ഇപ്പോൾ സർക്കാർ ജീവനക്കാരായി മാറുന്ന അത്ഭുത കാഴ്ച. LDF സർക്കാരിൽ മന്ത്രി MP രാജേഷിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥനെ തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പ്രശ്ന പരിഹാര വിഭാഗം ജോയിൻറ്റ് ഡയറക്ടറായി നിയമിച്ചു. ചെറിയ പോസ്റ്റൊന്നുമല്ലിത്. മന്ത്രിയുടെ അഡീഷണൽ PS ആയിരുന്ന വിനോദ് കുമാർ കൊടക്കലിനെയാണ് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ആസ്ഥാനത്ത് വികസനകാര്യ ജോയിൻറ്റ് ഡയറക്ടറായി ബുധനാഴ്ച ഉത്തരവിറങ്ങിയത്. തന്ത്രപൂർവ്വമാണ് ഇത്തരമൊരു തസ്തിക സൃഷ്ടിച്ചത്. നിലവിൽ ഈ തസ്തികയിലുണ്ടായിരുന്ന G ഹരികൃഷ്ണൻ കഴിഞ്ഞ ദിവസം അവധിയിൽ പ്രവേശിച്ചു. ഇതോടെ വിനോദിൻ്റെ നിയമനത്തിന് അവസരമൊരുങ്ങി. UDF വമ്പൻ ഭൂരിപക്ഷം നേടി 2 ദിവസം പിന്നിടും മുൻപേ LDF ഭരണകാലത്ത് ഉന്നത പദവി വഹിച്ച ഉദ്യോഗസ്ഥനെ സുപ്രധാന തസ്തികയിൽ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നു. സമാനമാണ് പല വകുപ്പുകളിലും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. ഭരണാനുകൂലികളല്ലാത്തവരെ സുപ്രധാന തസ്തികകളിൽ നിയമിക്കുന്നതിൽ ജീവനക്കാർക്കിടയിൽ അമർഷം പുകയുന്നു. സ്ഥലം മാറ്റങ്ങൾക്കുള്ള സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ചുമതലയുള്ള തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ അഡീഷണൽ ഡയറക്ടർ അവധിയിൽ പ്രവേശിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ടുപിന്നാലെ മന്ത്രിമാർ ഇപ്പോൾ ഔദ്യോഗിക വസതികൾ ഒഴിയുന്ന തിരക്കിലാണ്. മന്ത്രിമാരുടെ കൂട്ടത്തോൽവിയായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ മന്ത്രിമാരൊക്കെ വലിയ ബംഗ്ലാവുകൾ തിരുവനന്തപുരത്ത് വാടകയ്ക്കോ വിലയ്ക്കോ എടുത്ത് ആ ബംഗ്ലാവുകളിലേക്ക് മാറുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ AKG സെൻറ്ററിന് എതിർവശത്തുള്ള ചിന്താ ഫ്ലാറ്റിലേക്ക് മാറുമെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. ക്ലിഫ് ഹൗസിൽ നിന്ന് പായ്ക്ക് ചെയ്ത കുറേയേറെ സാധനങ്ങൾ ചിന്താ ഫ്ലാറ്റിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം മുഖ്യമന്ത്രിയുടെ യാത്ര മാറ്റി. ഏതാനും ദിവസങ്ങൾ കൂടി ക്ലിഫ് ഹൗസിൽ തുടരുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക വസതികൾ ഒഴിഞ്ഞു. പലരും ഇപ്പോഴും ഔദ്യോഗിക വസതികളിൽ നിന്ന് സാധന സാമഗ്രികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ മന്ത്രി ഓഫീസുകളിലെ പേഴ്സണൽ സ്റ്റാഫും ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. അവർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകളിൽ നിന്നും മാറുന്നു. ഓഫീസുകൾക്ക് മുന്നിലുണ്ടായിരുന്ന നെയിം ബോർഡുകൾ പലതും മാറ്റി. ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്നവർ അവരുടെ വകുപ്പുകളിലേക്ക് മടങ്ങി. ഡെപ്യൂട്ടേഷനിൽ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിരുന്ന പലരും ഇപ്പോൾ ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പിന്നാലെയാണ്. എങ്ങനെയെങ്കിലും തങ്ങളെ പുതിയ സംവിധാനത്തിലേക്കൊന്ന് തിരികെ കയറ്റണം. മന്ത്രിമാരടക്കം മിക്കവരും ഔദ്യോഗിക വാഹനങ്ങളൊക്കെ മടക്കി നൽകി. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ തലപ്പത്ത് രാഷ്ട്രീയ നിയമനം നേടിയ ഭൂരിപക്ഷം പേരും അതേ സ്ഥാനങ്ങളിൽ തുടരുകയാണ്. പുതിയ സർക്കാർ വന്ന് നിയമനങ്ങൾ നടത്താൻ 3 മാസത്തോളം സമയമെടുക്കും എന്നവർ കണക്കുകൂട്ടുന്നു. സെക്രട്ടേറിയറ്റിൽ പുതിയ മന്ത്രിമാർക്കായി ഓഫീസുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പാണ് ഈ പണികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പല ഓഫീസുകളിലും ഫർണിച്ചറുകൾ അടക്കം മാറ്റാനുണ്ട്. പൊതുഭരണ വകുപ്പിനാണ് നവീകരണത്തിന്റെ ചുമതല. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ തുടരുന്നത് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ക്ലിഫ് ഹൗസിൽ നിന്ന് സാധനങ്ങൾ നേരെ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറ്റാം എന്ന് പിണറായി വിജയൻ കണക്കുകൂട്ടുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് ആകരുത് എന്ന് CPI ശഠിക്കുന്നു. ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണത്. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് എല്ലാം നശിപ്പിക്കുന്നു, തകർക്കുന്നു, കത്തിക്കുന്നു. വെപ്രാളം അത് വ്യക്തമാണ്. അഴിമതിയുടെ ഒരു തെളിവുകളും ഇനി അവശേഷിക്കരുത്. പുതിയ മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും പഴയ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും അഴിമതി അന്വേഷിക്കാനും അവ കണ്ടെത്താനുമുള്ള ആർജവമുണ്ടോ? അതാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.